വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശക്തനായ ദൈവം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യിരെമ്യാവ് 20-11 എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കുകയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായികയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും, ഒരിക്കലും മറന്നുപോകാത്ത നിത്യലജ്ജയോടെ തന്നെ. കർത്താവ് ശക്തനായ ഒരു ദൈവമാണ്. പ്രവാചകനായ യിരെമ്യാ അവനെ ശക്തനും ഭയങ്കരനുമായ യോദ്ധാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതെ, അവൻ നമ്മോട് സ്നേഹമുള്ളവനാണെങ്കിലും നമ്മെ എതിർക്കുന്നവർക്കെതിരെ അവൻ വലിയ ശക്തിയോടെ യുദ്ധം ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർ ഒരിക്കലും വിജയിക്കാത്തത്. കർത്താവ് എപ്പോഴും നമ്മുടെ പക്ഷത്താണ്, എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, എൻ്റെ മകനെ, ഇതുവരെ നിന്നെ ഉപദ്രവിച്ചവർ ഇനി അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ശക്തനായ ഒരു യോദ്ധാവായി ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന്. ഒരിക്കൽ വിദേശത്ത് ജോലി ചെയ്ത് ഇന്ത്യയിലെ സ്വന്തം നാട്ടിലേക്ക് ഒരു ധനികനായി മടങ്ങിയ ഒരു സഹോദരനെ എനിക്കറിയാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിജയം കാരണം പലരും കാരണമില്ലാതെ അദ്ദേഹത്തെ എതിർക്കാൻ തുടങ്ങി. ചിലർ താൻ പുതുതായി നിർമ്മിച്ച വീട്ടിൽ താമസിക്കുന്നത് തടയാൻ മന്ത്രവാദം പോലും ഉപയോഗിച്ചു. എന്നിരുന്നാലും അവർ കർത്താവിനോട് ഉറച്ചു നിന്നു. ശത്രുക്കൾ വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ടും അവരുടെ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. ഒടുവിൽ അവർ നിരാശരായി. വാസ്തവത്തിൽ അവരുടെ ദുഷ്ടപദ്ധതികളുടെ ശക്തി തന്നെ അവരുടെ നേരെ തിരിഞ്ഞു. നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു എന്ന വചനം എത്ര സത്യമാണ്. ഇത് സെഖര്യാവ് 2-8 നമുക്ക് കാണാം. നമ്മുടെ ദൈവം സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ്, കുഞ്ഞാട്. എന്നാൽ അവൻ യഹൂദയുടെ സിംഹവും കൂടിയാണ്. അവൻ സൈന്യങ്ങളുടെ കർത്താവാണ്, ശക്തനായ യോദ്ധാവ്. അവൻ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾക്കെതിരെ രൂപപ്പെടുത്തിയ ഒരായുധവും വിജയിക്കില്ല എന്ന്. ഇത് യെശയ്യാവ് 54-17 നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കെതിരെ ഉയർത്തുന്ന എല്ലാ ആയുധങ്ങളും നശിപ്പിക്കുന്നതിൽ അവൻ അതിയായി അഭിനിവേശമുള്ളവനാണ്. തിരുവെഴുത്തും പറയുന്നു, അവൻ്റെ ജ്ഞാനം അഗാധമാണ്, അവൻ്റെ ശക്തി വിശാലമാണ്. അവനെ എതിർത്ത് നിന്ന് പരിക്കേൽക്കാതെ പുറത്തു വന്നത് ആരാണെന്ന്. ഇത് ഇയ്യോബ് 9-4 നമുക്ക് കാണാം. ദൈവം ഒരു പാറ പോലെയാണ്, അവനെതിരെ വരുന്നവർ മാത്രമേ തകർക്കപ്പെടുകയുള്ളൂ. ദുഷ്ടന്മാർ നിങ്ങൾക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ വിഷമിക്കേണ്ട, ഉത്കണ്ഠപ്പെടേണ്ട. പകരം ശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്യും. അവൻ നിങ്ങളുടെ കാര്യം നിലനിർത്തും. അനീതി എന്നേക്കും തുടരാൻ അവൻ അനുവദിക്കില്ല. പ്രിയ ദൈവമക്കളെ, ഇത്രയും ശക്തനായ ഒരു ദൈവം നിങ്ങളോടൊപ്പമുള്ളപ്പോൾ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 42-13 യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണതയെ ജ്വലിപ്പിക്കും. അവൻ ആർത്തു വിളിക്കും, അവൻ ഉച്ചത്തിൽ ആർക്കും, തൻ്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 16-17 വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 20 1-16 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.